Debate with Dr. Arun Kumar. ലൈംഗികാരോപണ പ്രളയത്തിൽ സ്വയം വീട്ടുതടങ്കൽ പ്രഖ്യാപിച്ച് വീടിനുള്ളിലിരിക്കുന്ന ഒരു MLA ആണ് പാർട്ടിക്ക് വേണ്ടെന്ന് പുറത്തു പറയുന്ന പാലക്കാട് MLA. റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദരേഖ ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ മുറിച്ചു കടക്കാനാവാതെ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. സൈബർ ആക്രമണങ്ങളും ഇരയെ മാനേജ്മെന്റ് ചെയ്യാനുള്ള ക്രിമിനൽ ഗൂഢാലോചനകളും ഒടുവിൽ കുരുക്കാകുന്നു. ഇതുവരെ ശബ്ദം മാത്രമല്ലേ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്കാണ് മറ്റൊരു ചാനലിലെ മാധ്യമപ്രവർത്തക ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത്. കേട്ടതിനേക്കാൾ വലുതാണ് നേരിട്ടറിഞ്ഞതെന്ന് പറയുമ്പോൾ രാഹുൽ സഭയിലെത്തിയാൽ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളോട് ചില ചോദ്യങ്ങളുണ്ട്. ചോദ്യം നമ്പർ 1, അശാസ്ത്രീയമായ ഗർഭഛിദ്രമാണ് നടന്നത്, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടി അനുഭവിക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും വേട്ടക്കാരനൊപ്പമാണോ നിങ്ങൾ? ചോദ്യം നമ്പർ 2, ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിംഗ് പെൺകുട്ടിയെ മാനസികമായി തകർക്കുന്നു എന്നറിഞ്ഞിട്ടും ഈ സൈബർ ക്രിമിനലുകൾക്കൊപ്പമാണോ നിങ്ങൾ? ചോദ്യം നമ്പർ 3, ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള കരുത്ത് പെൺകുട്ടിക്കോ കുടുംബത്തിനോ ഇല്ല എന്നറിഞ്ഞിട്ടും രാഹുലിന്റെ പക്ഷത്താണോ നിങ്ങൾ? ചോദ്യം നമ്പർ 4, ഇരയാക്കപ്പെട്ട ആളുകളെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തുമ്പോഴും രാഹുലിനൊപ്പമാണോ നിങ്ങൾ? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി AK ഷാനിബ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP പ്രതിനിധി P ശ്യാംരാജ് എന്നിവരാണ്. N ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ വന്നാൽ പ്രതിഷേധിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് MM ഹസൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്നുള്ള ഒരു മടക്കമാണോ ഇത്? ഒരു U-ടേൺ അടിക്കുകയാണോ കോൺഗ്രസ്? രാഹുലിൻ്റെ കാര്യത്തിൽ പ്രതിരോധമൊരുക്കാൻ പോകുന്നുവെന്ന സൂചന ഈ വാക്കുകളിലുണ്ടോ? N ശ്രീകുമാർ. അരുൺ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലില്ല. അദ്ദേഹം MLA ആണ്. ആ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സഭയിൽ വരികയോ പോവുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഒരു കേസിലും ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പരാതിയില്ല. ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വാർത്തയിൽ അല്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ പരാതികളിൽ കേസില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, അതൊക്കെ വനിതാ അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളൊക്കെ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞ പരാതി മറ്റേ ആരോപണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചവരാരും പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പത്രലേഖകൻ പോയിട്ട് ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ കാണുന്നത് സഭയിൽ ഇതുപോലെ സമാന ആരോപണങ്ങൾ നേരിട്ടവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിയ്ക്കുമ്പോൾ ഇദ്ദേഹം ചെന്നാൽ എന്തിനാണ് തഴയുന്നത് എന്നുള്ള മറു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത്. അതിലിപ്പം ഡോക്ടർ അരുൺകുമാറിനും ആ അഭിപ്രായം തന്നെ ആയിരിക്കണമല്ലോ. കാരണം ഒരേ കുറ്റം ചെയ്തവർ ഒരു കൂട്ടർ സഭയിൽ വരിക, മറ്റൊരാളെ സഭയിൽ വരാൻ അനുവദിക്കില്ല എന്ന് പറയുക, ഈ സഭയിൽ എങ്ങനെയാണ് ഒരു പത്രലേഖകൻ കാണുക എന്നുള്ളത് അല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. നിങ്ങളൊക്കെ പലവട്ടം പറഞ്ഞതാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴേ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും പറയാറില്ല. CPMലെ കേസിൽപ്പെട്ടവരും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടവരൊക്കെ അല്ല, അത് അരുൺകുമാറിന് കൃത്യമായിട്ട് അറിയാമല്ലോ. പിന്നെന്തിനാണ് ഇപ്പം തന്നെ നിങ്ങളെ ഒരു പരാതി ഒരാൾക്കെതിരെ പരാതി പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ശൈലി ചാനൽ ചർച്ചയിലുണ്ട് ഡോക്ടർ അരുൺ, അത് ഞാൻ മാറ്റില്ല. അത് നിങ്ങൾ എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. അതൊരു പരാജയമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ കരുതിക്കുള്ളൂ. കുന്തമ്പള്ളി അല്ല, ഞാനത് തന്നെ നമ്മുടെ കോവളത്തുള്ള വിൻസെന്റ് MLA, ഈ 3 പേരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേസെടുക്കപ്പെട്ട് നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ അന്ന് വന്ന ആരോപണമാണ്. അതന്നേ അദ്ദേഹം തള്ളുകയും പിന്നീട് കേസെടുക്കാതിരിക്കുകയും കോൺഗ്രസിന് പോലും പിന്നീട് പരാതി ഉണ്ടാവാതിരിക്കുകയും ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ അയാൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കേസെടുത്ത 3 പേര് ഈ MLA-മാരാണ്. നമ്മളത് തുറന്ന് പറഞ്ഞു പോകാം. അങ്ങ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. അല്ല, പറഞ്ഞോളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് മുൻ മന്ത്രിമാർക്കെതിരെ ഇതുപോലെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം സഭയിൽ നിൽക്കുകയാണ്. കോവളം MLA A. വിൻസെൻറ്റിനെതിരെ ആക്ഷേപം വന്നു, കേസെടുത്തു, അദ്ദേഹത്തെ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ കോൺഗ്രസ് വീണ്ടും മത്സരിപ്പിച്ചു, കോവളത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു. അപ്പോൾ ആ ആരോപണം നിൽക്കുമ്പോഴാണ് അദ്ദേഹം ജയിച്ചത് കേട്ടോ. വ്യത്യാസമുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനുണ്ട്, അപ്പോൾ അവരിത് പറയും. അത് നിങ്ങൾ പിന്നെന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ ശ്രമമോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോൺഗ്രസിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലില്ല. അതേ MLA ആണ്. ആ MLAക്ക് കൊടുക്കേണ്ട പരിരക്ഷ കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്, പോലീസാണ്, ഗവൺമെന്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ വിഷയമില്ല. ഈ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയമായ ബാധ്യതയില്ല. അയാൾ ഇപ്പോൾ ആ അർത്ഥത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്തുമാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭരണകക്ഷി തടഞ്ഞാൽ കോൺഗ്രസിന് എന്ത്? ഭരണകക്ഷി തടഞ്ഞാൽ കോൺഗ്രസിന് എന്തേന്നുള്ളതല്ല. അദ്ദേഹം UDF MLA ആയിട്ട് ജയിച്ച ഒരാളാണ്. UDF MLA ആയിട്ട് ജയിച്ച ഒരാളെ സഭയിൽ വരുമ്പോൾ ആരോപണ വിധേയരായവർ തടയും എന്ന് പറയുന്ന വിരോധാഭാസമുണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇത് പറയേണ്ടി വരും. കാരണം ഇത് കണ്ണടച്ച് പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും വിജയിച്ച UDF MLA ആണ്. ആ UDF MLA എന്ന നിലയ്ക്ക് അദ്ദേഹം കോൺഗ്രസിലില്ല, നിയമസഭാ കക്ഷിയിലില്ല, ഒരുപക്ഷെ UDF ബെഞ്ചിലും ഇരിക്കില്ല. പക്ഷേ അദ്ദേഹം വന്നാൽ തടയും, പക്ഷേ ഞങ്ങളുടെ ഒപ്പം ആളുകൾ വന്നാൽ തടയില്ല എന്നൊരു കാര്യം ഭരിക്കുന്ന CPM പറയുമ്പോൾ അത് തുറന്നു കാണിക്കണം. അത് തുറന്നു സമാന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച്, അഥവാ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 10ഓളം കേസുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇത്രയും അധികം കേസുകളുള്ള ഏതെങ്കിലും ഒരു MLA ഇപ്പോൾ നമ്മുടെ നിയമസഭയിലുണ്ടോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പോലീസ് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കട്ടെ. ഇപ്പം നോക്കൂ, ഇതുമായി ബന്ധപ്പെടാത്ത വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി എന്ന് പറഞ്ഞിട്ട് ഒരാക്ഷേപമുണ്ട്. ആ ആക്ഷേപം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അന്വേഷിച്ചിട്ട് എങ്ങും എത്തിയില്ല. ഇപ്പോൾ ഈ വിഷയം എല്ലാം കൂടെ വന്നപ്പോൾ എങ്കിൽ പിന്നെ ഒന്ന് കുടുക്കിക്കളയാം എന്ന ചിന്തയിലായിരിക്കുമല്ലോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും UDF MLA ആയിട്ടാണല്ലോ ജയിച്ചത്. കുടുക്കിക്കളയാമെന്നാണോ പറയുന്നത് ശ്രീകുമാർ? അല്ലല്ല, ഞാൻ പോലീസിന്റെ വ്യാജരേഖ കാര്യത്തിലാണ് പറഞ്ഞത്. അതായത് വ്യാജ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് ജയിച്ച ആൾക്കെതിരെ മിനിങ്ങാന്ത ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകണമെന്ന് പറഞ്ഞില്ലേ? ഹാജരാകണമെന്ന് പറഞ്ഞ പോലീസ് അദ്ദേഹത്തിന് ഒരു നോട്ടീസും രേഖാമൂലമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു ഇമെയിൽ പോലും അയച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോട്ടീസ് കിട്ടാത്ത ഒരാളെ ഒരു MLA ഹാജരാകാൻ വാക്കാൽ പറയുകയോ വല്ലതും ചെയ്ത ഏതെങ്കിലും MLA ഹാജരാകുമോ? എന്തുകൊണ്ടാണ് രേഖാമൂലം കൊടുക്കാത്തത്? അപ്പോൾ രേഖാമൂലം കൊടുക്കാത്തതിന് കാരണമുണ്ട്. 6, 8, 9 മാസമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു തെളിവുണ്ടാവില്ല. അത് യൂത്ത് കോൺഗ്രസ് വിഷയമായിട്ടോ, ഇതല്ല, കൂട്ടിക്കുഴയ്ക്കല്ലേ. ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസിന്റെ നിലപാട് അരുൺകുമാർ മറക്കരുത്. എന്താ കോൺഗ്രസിന്റെ നിലപാട്? ഒരു സ്ത്രീകൾക്കെതിരായ ആക്ഷേപം ഉണ്ടായപ്പോൾ, ആരോപണം മാധ്യമങ്ങൾ പുറത്തു വന്നപ്പോൾ, അത് പൊതുജന ചർച്ചയായപ്പോൾ ആ പരാതി ഇല്ലാതെ തന്നെ ആരോപണ വിധേയനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി. ഈ നടപടി ഏത് പാർട്ടി സ്വീകരിച്ചു എന്ന് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന, നിങ്ങളുടെ ഒപ്പമുള്ള ഇപ്പോഴും സജീവമായ മറ്റു ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരുടെ സ്പെഷ്യൽ സ്റ്റോറീസ് ഇന്നലെ അടക്കം വന്നിട്ടുണ്ട്. അതിലവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കോൺഗ്രസ് ചെയ്ത നടപടി അത് ഡോക്ടർ അരുൺകുമാറിന് പറയാൻ പറ്റുമോ തെറ്റാണെന്ന്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് പ്രശ്നമുണ്ട്. അങ്ങനെ പുറത്താക്കുമ്പോൾ പോലും ഒന്ന് ഭരണഘടനാ വിരുദ്ധമായി സമയപരിധി നിശ്ചയിച്ചിട്ടില്ല, MLA സ്ഥാനത്ത് തുടരുന്ന സാഹചര്യം, അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. വനിതാ കോൺഗ്രസ് നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് പരസ്യ നിലപാട് ശരിയായില്ലെന്ന് പറഞ്ഞത് മുൻ UDF കൺവീനർ MM ഹസനാണ്. ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അല്ല, കോൺഗ്രസിലെ നേതാക്കളുടെ അഭിപ്രായത്തെക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കളെ ഒരു വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയും. KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താ പറഞ്ഞത്? ഇത് നോക്കിയാൽ മതി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത്? ഇതൊക്കെ നോക്കിയാൽ മതി. മറ്റൊരു കാര്യമുള്ള ഡോക്ടർ അരുണിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചു. അതായത് കോൺഗ്രസിൻ്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മൾ പലവട്ടം ചർച്ചയിൽ പറഞ്ഞതാണ്. ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ, പൊതുസമൂഹം ചർച്ച ചെയ്തപ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കാതെ, പിടിച്ചു നിൽക്കാതെ, ന്യായീകരിക്കാതെ ഒരാളെ പുറത്താക്കി.
ഈ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പുറത്താക്കിയതിനെ കുറിച്ച് ഭരണഘടനാപരമായി ചിന്തിക്കുന്ന CPM എന്താ അവകാശം അവർക്ക്? ഒരു പാർട്ടി എങ്ങനെയാണ് പുറത്താക്കിയത് എന്നുള്ളത് പുറത്തായോ എന്ന് മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. CPM ഒരു നടപടിയെടുത്ത EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ നടപടി കോൺഗ്രസ് ശരിയെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അതിന് രേഖയുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇവിടെ ഇവർ രേഖയുണ്ടോ ചോദിക്കുന്നത് എന്തിനാ അറിയാമോ? ഈ നടപടി അവരെ പൊള്ളിച്ചു. സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് വ്യത്യസ്ത അഭിപ്രായം വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം. പാർട്ടി കൈവിട്ട ഒരു MLA പിന്നെ പാർട്ടി എന്തിനാണ് ഈ നേതാക്കൾ ഇറങ്ങി സംരക്ഷിക്കാൻ നിൽക്കുന്നത്? ആരെ ഭയന്നിട്ടാണ്? എന്തു ഭയന്നിട്ടാണ്? നോക്കൂ അരുൺകുമാർ, ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു. ഇതൊരു കൗണ്ടറാണ്. അതായത് സമാന ആരോപണമുള്ള 2 മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് MLA മാരും സഭയിലുള്ളപ്പോൾ ഈ ഒരാൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ എതിർക്കും എന്ന് CPM പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാനുള്ള അവകാശം എന്താണെന്ന് ചോദിക്കേണ്ട ബാധ്യത UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച കോൺഗ്രസിന് ബാധ്യതയുണ്ട്. പുറത്താക്കി എന്നുള്ളതിന് ശേഷമല്ലേ? അയാൾ ഇപ്പോഴും MLA ആണല്ലോ. ആ MLA എന്നുള്ള ഒരാൾ സഭയിൽ വരുമ്പോൾ ഒരു സ്വതന്ത്ര MLA തന്നെ വിചാരിച്ചുള്ളൂ. ഒരു സ്വതന്ത്ര MLA സഭയിൽ വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഇപ്പൊ മുകേഷിന്റെ കാര്യത്തിലോ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലോ നമുക്ക് തൽക്കാലം എൽദോസിനെയും ഈ പറയുന്ന വിൻസെന്റിനെയും വെറുതെ വിട്ടേക്കാം. അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്വതന്ത്ര MLA അദ്ദേഹത്തിന്റെ പേരിൽ ലൈംഗികാരോപണം വരുമ്പോൾ മാത്രം എങ്ങനെ ഉയരും? അവരുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുകയാണെന്നത്. CPM-ന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാനുള്ള മറുപടിയാണത്. അത് നിയമസഭ ചേരുമ്പോഴല്ലേ എന്തൊക്കെയാ നടക്കുക നമുക്ക് അറിയുള്ളൂ. ശരിയാണ്, ഞാനത് വഴങ്ങുന്നു. മാത്രമല്ല അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയായി തന്നെ നമുക്ക് കാണാം. AK ഷാനിബ്, അവിടെയാണ് ശ്രീകുമാർ ചോദിച്ച ചോദ്യം ഇരിക്കുന്നത്. സമാന സ്വഭാവമുള്ള മറ്റ് MLA-മാർ LDF-ന്റെ പക്ഷത്ത് തുടരുമ്പോൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെ മാത്രം പ്രതിഷേധമുയർന്നാൽ അത് ഇരട്ടത്താപ്പായി ചൂണ്ടിക്കാണിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് വിമർശിക്കുക? അങ്ങനെയാണെങ്കിൽ പലതവണ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഒരു വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ 4 വിരലും സ്വന്തം നെഞ്ചിലേക്ക് മടങ്ങിയിരിക്കുകയാണ് എന്ന ബോധ്യം CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടാവണം. AK ഷാനിബ്, ശ്രീ അരുൺ, എങ്ങനെയാണ് സമാന സ്വഭാവമുള്ള എന്ന് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനല്ല, ശ്രീകുമാറിന്റെ വാക്കുകളാണ്. സമാന സ്വഭാവമുള്ള ഓക്കെ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാണ്. എങ്ങനെയാണ് ഇത് സമാന സ്വഭാവമുള്ള എന്ന് ശ്രീകുമാരേട്ടന് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്ന് തന്നെ വേണ്ട, മറ്റ് പൊതുരംഗത്ത് ഇപ്പോൾ സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ ഇതുവരെ പുറത്തു വന്ന വാർത്തകളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഇത്രത്തോളം ഞെട്ടലുളവാക്കിയ, ഇത്രത്തോളം ഭീകരമായ ഒരു സംഭവം, അതും കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായി മാറിയ ഒരാൾ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത തലമുറയെ നയിക്കുന്ന ആളുകളുടെ പേരെടുത്ത് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളായി പറഞ്ഞ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആളുകൾ പറയുന്നത് പഴയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ മുൻപത്തെ ചർച്ചയിലും പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുണ്ട് പുതിയ വൊക്കാബുലറീസ്, പുതിയ ഭാഷ, പുതിയ വാക്കുകൾ ഒക്കെ പുതിയ കാലത്ത് ഉപയോഗിക്കണം എന്ന് പറയുന്ന, രാഷ്ട്രീയത്തിൽ മാന്യത വേണം എന്നൊക്കെ പറയുന്ന, ഈ ആണത്തം അല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവൻ അങ്ങനെയുള്ള ഭാഷകൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പുതിയ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന് എങ്ങനെയാണ് ഈ ഒരു പ്രതിരോധം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തെ കാണാൻ കഴിയുന്നത്? ഇത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആൺപെൺ സൗഹൃദത്തിൻ്റെ തന്നെ ഗ്രേസിനെയും അതുപോലെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന തരത്തിലുമൊക്കെ പോകുന്ന തരത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ തന്നെ അന്തസ്സിനെ ചോർത്തിക്കളയുന്ന ഒരു ഭാഗം അവിടെ നിൽക്കുന്നു. അതിനപ്പുറം വല്ലാതെ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടി, മുറിവേൽപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുകയാണ്.
ആ പെൺകുട്ടിക്ക് പരാതി പറയാൻ പോലും കഴിയുന്നില്ല, പരാതി പറയാൻ പുറത്തേക്ക് വരാൻ പോലും കഴിയാത്ത തരത്തിൽ ഭയപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ പെൺകുട്ടികൾക്ക് വരണമെങ്കിൽ, പരാതി പറയാൻ കഴിയണമെങ്കിൽ ഇയാളെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നു എന്നൊരു സന്ദേശമാണ് കോൺഗ്രസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ പാർട്ടി എടുത്ത് പുറത്ത് കളഞ്ഞില്ലേ? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തെടുത്ത് കളഞ്ഞു എന്നാണ് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്നെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ അതിനൊരു രേഖ ഉണ്ടായിരുന്നു, ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ഇന്ന കാരണം കൊണ്ട്, പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് എന്താണോ കാരണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ് റിലീസ് എങ്കിലും ഉണ്ടാവും. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സമാനമല്ലേ KPCC അധ്യക്ഷൻ വന്ന് ലൈവായി മാധ്യമങ്ങളോട് പറയുകയല്ലേ? പ്രസ് റിലീസിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയല്ലോ ചെയ്തത്. അതെ, അങ്ങനെ നമുക്ക് കരുതാമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് KPCC പ്രസിഡന്റ് പറയുന്നത് അയാൾ സഭയിൽ വരും, എന്തുകൊണ്ട് വന്നുകൂടാ എന്ന് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഷാനിബ് അതല്ലേ ചെയ്യാൻ കഴിയൂ. കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ MLA ആയി തുടരുന്നിടത്തോളം കാലം ഒരു സ്വതന്ത്ര MLA ആയി വരുന്നതിനെ തടയാൻ കഴിയില്ലല്ലോ ഷാനിബ്. അതാണ് പറയുന്നത്. ഞാൻ നിയമസഭയിൽ അയാളെ LDF തടയും എന്ന തീരുമാനമെടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ഒരാൾ MLA ആയതിനു ശേഷം കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ ഉൾപ്പെടെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതേ ആൾ നിയമസഭയിലേക്ക് വരുന്നതിനെയും എതിർക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എതിർക്കേണ്ടതും ഇയാളെ പ്രതിഷേധിക്കേണ്ടതും ഇയാളെ തടയേണ്ടതും പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. കാരണം ഈ പരാതികളും ഈ കാര്യങ്ങളുമൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകൾ കോൺഗ്രസ്സുകാരാണ്. ഇതിൻ്റെ ഒരു തരത്തിലുള്ള പരാതി പോലീസ് സ്റ്റേഷനിലോ മറ്റ് ഇടങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. അവർക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവർ ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കിയത്. സ്വാഭാവികമായി ഇതേ ആൾ ആ സഭയിലേക്ക് വരുമ്പോൾ ഒരു MLA അവിടെ ഇരിക്കുന്നുണ്ട്, ഉമാ തോമസ് MLA ഇരിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ തന്നെ തുടരാൻ അർഹതയില്ലാത്തയാൾ എന്ന് പരസ്യമായി കൃത്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയ ആ കോൺഗ്രസ് MLA അവിടെ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ ധാരാളം നേതാക്കൾ അത് അടഞ്ഞ അധ്യായമാണ് എന്ന് മാത്യു കുഴൽനാടൻ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അതുപോലെ നിരവധി ആളുകൾ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ്. അയാളെ മാറ്റി നിർത്തണം എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ വരുന്നത് തടയേണ്ട ഉത്തരവാദിത്തം മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാളും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അതിനു പകരം അയാൾ വരും, അയാൾ വരുന്നെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത് ഇവരുടെ ഇരട്ടത്താപ്പാണെന്ന് മാത്രമല്ല, അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇവർ നടത്തിയ നാടകം ജനങ്ങളുടെ മുമ്പിൽ അത് പൊളിയുന്നത് വ്യക്തമായി ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. പി ശ്യാംരാജ്, ഇവിടെ ശ്രീകുമാർ പറയുന്നത് പാർട്ടി മാതൃകാപരമായി പിടിച്ചു പുറത്താക്കിയ ഒരാളാണ്. പക്ഷേ സമാന സ്വഭാവം ചെയ്ത പലരും നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആ MLA വന്നാൽ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അഥവാ പ്രതിരോധിക്കുന്നത് കൊണ്ട്, അതായത് ആ MLA വരുമ്പോൾ മറുഭാഗത്തുള്ളവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിങ്ങളും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ നിങ്ങളുടെ സഭയിലില്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ അഥവാ പാലക്കാട് നിന്നുള്ള ഒരു MLA ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അനുസരിച്ച് നമ്മൾ കേട്ടതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുമാണ്. ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരേ എന്നാണ് ഇന്ന് പുറത്തു വന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പി ശ്യാംരാജ്. BJP ആ പ്രതിരോധത്തിൽ നിന്ന് പിന്തിരിയുമോ? അരുൺകുമാർ, ഏത് പ്രതിരോധം? അരുൺകുമാറോട് നോക്കൂ, ഇന്നെന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാത്തത്? അതായത് അവർ ഈ പറയുന്ന ന്യായീകരണം അവർക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് മാധ്യമ സ്റ്റുഡിയോകളിൽ ഇരുന്ന് പോലും അവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ ബോധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം, ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ രാജിവെപ്പിക്കാതിരിക്കൽ മാത്രമാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ, പക്ഷേ അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ അവരുടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രതിനിധികൾ നേരിട്ട് വന്ന് ചർച്ചകളിൽ വന്ന് ജനങ്ങളോട് ഇക്കാര്യം ബോധിപ്പിക്കുമായിരുന്നു. ഞാൻ ഈ വിഷയം, രാഹുലിന്റെ വിഷയം ഉണ്ടായപ്പോൾ തൊട്ട് ഇന്നേക്ക് വരെയും
കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവരുടെ അനുഭാവികളും സഹയാത്രികളും എല്ലാം ഈ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു പരാതി ഉയർന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഞങ്ങൾ നടപടി എടുത്തില്ലെന്ന്. എന്ത് നടപടി എടുത്തെന്ന് ഇവർ പറയുന്നത്? ഇവരുടെ പാർട്ടിയുടെ, ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചുമതലയിൽ മാറ്റി. ഓക്കെ, അതിനർത്ഥം എന്താണ്? ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്തോ ഇദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചുമതലയിൽ ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഉമാ തോമസ് അടക്കമുള്ള ഇവരുടെ സീനിയർ നേതാക്കന്മാർ അത് പറയുകയും ചെയ്തല്ലോ, ഒരു നിമിഷം പോലും അദ്ദേഹം ഈ ചുമതലയിൽ ഇരിക്കാൻ വേണ്ടി അർഹനല്ല എന്ന്. അപ്പോൾ എന്നിട്ട് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്, ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുള്ളത്. അതേ സംരക്ഷണം ഈ നാട്ടിലെ, അതല്ലെങ്കിൽ പാലക്കാട്ടെ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നിവരെ കൊണ്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അനേകം പോഷക സംഘടനകളിലെ ഒരു സംഘടനയാണ്. അതിന്റെ ചുമതലയിൽ നിന്ന് അയാൾ അദ്ദേഹത്തെ മാറി നോക്കാൻ നല്ല കാര്യം. അതിലൂടെ യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർക്ക് ഒരു സംരക്ഷണം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. പക്ഷേ പാലക്കാട് MLA ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ വരെ നിങ്ങൾ എന്നോട് ചോദ്യത്തിലൂടെ കൂടി കടന്നു പോയാൽ ഒരു പെൺകുട്ടിക്ക് മാന്യമായിട്ട് സുരക്ഷിതമായിട്ട് MLAയോട് പരാതി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ചെയ്യേണ്ടത് പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റലല്ല, MLA എന്നുള്ള അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് മാറ്റലാണ്. നോക്കൂ, ഈ ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: നിന്നെ കൊല്ലണമെങ്കിൽ വെറുതെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എന്നെ കൊണ്ട് സാധിക്കുമല്ലോ. ആ ധാർഷ്ട്യം, ആ ഗർവ്, നിന്നെ കൊന്നാലും എനിക്കൊന്നും സംഭവിക്കില്ല, ഇനി കൊല്ലണമെങ്കിൽ തന്നെ നിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ എന്നെ കൊണ്ട് കൊല്ലാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്ന അഹങ്കാരം ഈ അധികാരത്തിന്റെ അഹങ്കാരമാണെന്ന്, അധികാരത്തിന്റെ ഗർവാണെന്ന്. ഞാൻ MLA ആണ്, ഈ പാർട്ടിയിൽ മുഴുവൻ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്, എന്നെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ജൂനിയർ MP, സീനിയർ MP, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ പുറത്താണ് ആ വെല്ലുവിളി അയാളുടെ. അങ്ങനെ ഒരാളെ MLA ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല ആ നിമിഷം അയാളെ പുറത്താക്കാനാണ് ചെയ്യേണ്ടത്. ആ നടപടികൾ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയത്തിൽ ആര് പറഞ്ഞു ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുന്നത്? ഇത് പാലക്കാട്ടെ പ്രതിഷേധം മാത്രമായി ഒതുങ്ങേണ്ട വിഷയമാണോ? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്ത് യുക്തിരാഹിത്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഈ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ആരാണെന്ന് ഇത് ഞാൻ പാലക്കാട്ടെ പ്രശാന്ത് ശിവനും C കൃഷ്ണകുമാറും. അതിന്റെ പേരിൽ C കൃഷ്ണകുമാർ പണ്ടെങ്ങോ കേസ് ഫയൽ ചെയ്ത് അത് കോടതി തന്നെ വിധിച്ച ഒരു വിധിന്യായം പൊക്കി പിടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അടക്കം വന്നു. അങ്ങനെ C കൃഷ്ണകുമാർ ആരോപണം നേരിടുന്നു. BJP സംസ്ഥാന നേതൃത്വം തുറന്ന ഒരു പോരാട്ടത്തിൽ ഇറങ്ങാത്ത സാഹചര്യമുണ്ട്. എന്റെ അരുൺകുമാർ, ഈ C കൃഷ്ണകുമാർ ആരാ? BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനല്ലേ? BJPയുടെ സീനിയർ നേതാവല്ലേ? മുൻ ജനറൽ സെക്രട്ടറി അല്ലേ? അത് സംസ്ഥാന നേതൃത്വം അല്ലേ? BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിലല്ലേ അവിടെ സമരം ചെയ്യുന്നത്? എല്ലാ ദിവസവും സമരമല്ലേ? ഓരോ ദിവസവും ഞങ്ങളുടെ വിവിധ മോർച്ചകളുടെ നേതൃത്വത്തിൽ അവിടെ സമരമാണ്. രാഹുലുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ ഇപ്പോഴും തുറന്ന സമരം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സമരങ്ങൾ ചെയ്തത് ഞങ്ങളാണെന്ന്. അപ്പൊ അത് ഞങ്ങൾ ഇടപെട്ടില്ലെന്ന് എങ്ങനെയാ പറയാ? ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളല്ലേ? സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ദിവസവും വന്നിട്ട് നിങ്ങളോട് പത്രസമ്മേളനം വിളിക്കുന്നതാണോ ചെയ്യേണ്ടത്? അതെയോ MLA അവിടെ കാല് കത്തിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാനാണോ വേണ്ടത്? തിരുവനന്തപുരത്ത് ഇരുന്ന് പത്രസമ്മേളനം വിളിക്കുന്നതാണോ നല്ലത്? അതോ MLA എവിടെയാണോ ഉള്ളത് ആ ഇടത്ത് പോയിട്ട് സമരം ചെയ്യാനാണോ നല്ലത്? നിങ്ങളിങ്ങനെ പീഡകനെന്ന് പോക്സോ കേസിലടക്കം അകത്തു പോകുന്ന ഒരു കേസിലെ പീഡകനെന്ന് ഇന്ത്യയുടെ തന്നെ തലപ്പൊക്കമുള്ള തിളക്കങ്ങളുമായിട്ട് വന്നത് ഉപേക്ഷിച്ചിട്ട് പോയ ഇവിടുത്തെ മെഡലിസ്റ്റുകൾ പറഞ്ഞിട്ടും ആ നേതാവിനെ സംരക്ഷിക്കുകയായിരുന്നു BJP. ആ നേതാവിനെ സംരക്ഷിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എന്തായിരുന്നു? ആ പരാതി ഉന്നയിച്ചവരെ ആരാണ് നേരിട്ട് വന്ന് കേട്ടത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്ന് മണിക്കൂറുകളോളം കേട്ടില്ലേ? ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഓരോ കേസിനും ഓരോ ലോജിക്ക് ഉണ്ടാവും, അതിന്റെ ഓരോ പിന്നാമ്പുറങ്ങൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടില്ലേ? ഞാനിപ്പോ ചോദിക്കാം, നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ എങ്ങനെയാണ് ധാർമ്മികമായിട്ട് ഈ വിഷയം ഏറ്റെടുക്കുക? നിങ്ങളുടെ ഒരാൾക്കെതിരെ അതാണ് പ്രശ്നം. ഓരോ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി. നടപടികൾ പറയൂ. നടപടികൾ
നടപടികൾ എടുക്കാൻ നമുക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നടപടി ഉണ്ടായി. പരാതി തുറന്നു പറഞ്ഞു, ആരാണെന്ന് പറഞ്ഞു, എവിടെ വെച്ചാണെന്ന് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. ഒന്നല്ല, ഒരുപാട് മെഡലിസ്റ്റുകൾ പറഞ്ഞു. അവർ സമരം ചെയ്തു, പ്രതിഷേധം ചെയ്തു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചു. അത്തരം ഒരു തെളിവിന്റെ ഒരു കണികയുണ്ടെങ്കിൽ പി ശ്യാംരാജ് ആ തെളിവിന്റെ ഒരു കണികയുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതിൽ കേസ് നടക്കുന്നില്ലേ? കുൽഭൂഷൺ യാദവിന് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നടക്കുന്നില്ലേ? കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ എങ്ങനെയെങ്കിലും പാർട്ടി ഇടപെട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പരാതിക്കാരെ നേരിട്ട് കേട്ടതാരാണ്? ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു മുൻ വനിതാ പ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ജോലി ചെയ്തിരുന്ന വ്യക്തി, അദ്ദേഹം ഇതുവരെ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ നിങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടും എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ആ പെൺകുട്ടിയെ കേൾക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? 100%. ആ പെൺകുട്ടി പരാതി പറഞ്ഞ ആളെ പുറത്താക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? 101%. എന്നിട്ട് എന്താ ചെയ്യാത്തത്? നമ്മളെന്താ ചെയ്യേണ്ടത് പറയൂ. നമ്മുടെ സ്ഥാപനത്തിൽ പുറത്തുപോയ ഒരാളുടെ അഭിപ്രായത്തിൽ ഇവിടെ നിന്നുള്ള മുഴുവൻ തെളിവുകളും പി ശ്യാംരാജ് ഈ ചാനലിൽ നിന്നുള്ള മുഴുവൻ തെളിവുകളും ഇവിടെ നിന്നുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും ഏത് സാഹചര്യത്തിലും പരിശോധിക്കാനുള്ള അവസരമുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ചു പിടിച്ചതുപോലെ നമ്മൾ സംരക്ഷിച്ചു പിടിക്കില്ല ഒരാളെയും എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു തെളിവ് വേണം, എവിടെ വെച്ച് നടന്നു എന്നുള്ളത് വേണം, അത്തരം കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ നടപടി ഇവിടെ നടക്കുന്നുണ്ട്. അതെ, അതുകൊണ്ടാണ് ഈ പറയുന്നത് ശ്യാംരാജ്. നിങ്ങൾക്കതുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്കതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതേ ചോദ്യം ഞാൻ കൃഷ്ണകുമാറിന്റെ പേരിൽ നേരിട്ട് തിരിച്ചു വെക്കാത്തത് ആ കേസ് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ശ്യാംരാജ്. കൃഷ്ണകുമാറിന്റെ കേസ് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ശ്യാംരാജ്. സമ്മതിക്കായിരിക്കില്ലേ? ഇതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ബ്രിജ്ഭൂഷണെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിയത് മനസ്സിലായി. പറയുകയല്ല വേണ്ടത്, നിങ്ങൾ ആ പരാതിക്കാരെ വിളിച്ച് കേൾക്കുകയാണ് വേണ്ടതെന്ന്. ഏത് സമയത്തും കേൾക്കാൻ കഴിയും, എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഫേസ്ബുക്ക് വഴി ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇനി അതിന്റെ നിയമപരമായ നടപടികളിലേക്ക് കടക്കും. നിയമപരമായ സംവിധാനങ്ങളിലൂടെയും അതറിയിക്കും. പി ശ്യാംരാജ്, നിങ്ങൾ ഞങ്ങളോട് പറയൂ, നിങ്ങൾ പൊതുജനത്തോട് പറയൂ. ഇതൊരു ഉത്തരവാദിത്വം. ഇത് ഇത്രയധികം വർത്തമാനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമില്ലേ? അതായത് ആ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഈ പറയുന്നത്. ഒരു തെളിവോ ഏതെങ്കിലും ഒരു വിവരമോ നമുക്ക് രേഖാമൂലമോ അതല്ലാതെയോ നമുക്ക് കിട്ടുന്ന പക്ഷം തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ഒരു സംശയമില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നോക്കൂ, ഏത് നിമിഷവും കേൾക്കാൻ തയ്യാറാണ് ശ്യാംരാജ് എപ്പോഴും. നിങ്ങളുടെ ന്യായീകരണം. പക്ഷെ നിങ്ങളത് ചെയ്തില്ല. ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. അതാണ് ബ്രിജ്ഭൂഷൺ അവസാന നിമിഷം വരെയും നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ചു നിർത്തി ശ്യാംരാജ്. നിങ്ങൾക്ക് രേഖാമൂലമുള്ള പരാതി കിട്ടണം. ആ പരാതിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യലാണ്. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങളെത്തി. നിങ്ങൾക്ക് രേഖാമൂലമുള്ള പരാതി കിട്ടിയെങ്കിലേ നിങ്ങൾ ആക്ട് ചെയ്യൂ. അരുൺകുമാർ അത് തന്നെയാണ് പറഞ്ഞത്. വാക്കും പ്രവൃത്തിയും നിലപാടുകൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾ പരാതി നൽകിയില്ലേ? ആദ്യം രേഖാമൂലം പരാതി നൽകിയില്ലേ ശ്യാംരാജ്? മറുപടി പറഞ്ഞിട്ട് പോകും. ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ രേഖാമൂലം 3 പരാതികൾ കിട്ടിയിരുന്നു. പിന്നീട് കൂടുതൽ വനിതകൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തി. എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിന്റെ അടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെളിപ്പെടുത്തി. എന്നിട്ടും എന്ത് നടപടി സ്വീകരിച്ചു? പറയാലോ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നടക്കുന്നുണ്ടല്ലോ. ആ കേസുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ മറുവശത്ത് ചോദിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്ന പി ശ്യാംരാജ് MP എന്ന നിലയിൽ നിങ്ങൾ ബ്രിജ്ഭൂഷണെ മാറ്റി നിർത്തിയോ? എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞത് അരുൺകുമാർ. അത് തന്നെയാണ് എന്റെ ഉത്തരവും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ളവർ ആ പരാതിക്കാരികളെ കേട്ടതുകൊണ്ടും ആ കേട്ടതിന്റെ ബോധ്യത്തിൽ കേസ് മുമ്പോട്ട് പോകുന്നത് കൊണ്ടുമാണ് നടപടി എടുത്തിട്ടുള്ളത്. ഓരോ കേസിനും ഓരോ മെറിറ്റാണെന്ന് അവിടെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഞാൻ വരുന്ന പോയിന്റ് അതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലുള്ള ഏതെങ്കിലും വിഷയത്തിന് മുമ്പുണ്ടായിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്കെതിരെ ഈ ഒരു സമയത്തും, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാധ്യമ
സ്ഥാപനത്തിനെതിരെ ഉണ്ടായതുപോലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ ഒരു വശത്ത് മറ്റുള്ളവർ ആക്ഷൻ എടുക്കണമെന്ന് പറയുകയും മറുവശത്ത് പരാതി ഉണ്ടെങ്കിലേ ആക്ഷൻ എടുക്കൂ എന്ന് പറയുന്നതും നിങ്ങളുടെ ശുദ്ധമായിട്ടുള്ള ഇരട്ടത്താപ്പാണ്. ഞാൻ ഡയറക്റ്റ് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഈ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ആ ജനപ്രതിനിധി ആരോപണങ്ങൾ കൃത്യമായ വിശദീകരണം നൽകണം. അതാണ് എന്റെ ചോദ്യം. കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി. ബ്രിജ്ഭൂഷൺ യാദവിനെ അദ്ദേഹത്തിന്റെ MP കാലാവധി പൂർത്തിയാക്കുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു. ആ നിലയ്ക്ക് BJPക്ക് എന്ത് ധാർമ്മികമായ അവകാശമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, തീർച്ചയായും നിങ്ങളുടെ ധാർമ്മികത പറയും. ഇവിടെയാണ് പ്രശ്നം. അനുവാർ വെറുതെ നമ്മൾ ഈ കവലപ്രസംഗം നടത്തി. നിങ്ങൾക്ക് എന്റെ ചോദ്യത്തിന് മറുപടി ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചുള്ള ഈ ചോദ്യമാണോ നിങ്ങളുടെ കയ്യിലുള്ളൂ? എങ്കിൽ ആ ചോദ്യത്തിനുള്ള ആവർത്തിച്ചുള്ള ചോദ്യം ഇതാണെന്നേ. ഇപ്പൊ എന്തുകൊണ്ടാണ് C കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ എടുത്ത നിലപാട് എന്താണെന്ന് അറിയാമോ? എനിക്ക് ആ കേസുമായി ഞാൻ ആ കേസ് നേരിട്ടതാണ്. ആ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ എടുത്ത നിലപാട് സിവിൽ കേസാണെന്നും ക്രിമിനൽ കേസാണെന്നുമാണ്. ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് പ്രതിചേർക്കാൻ കഴിയില്ല. പക്ഷെ അതിനുള്ള തെളിവുകൾ വേണം. ഇവിടെ തെളിവുകൾ ശബ്ദരേഖയായി വരുന്നു. പറ്റാത്ത സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലും മനസ്സിലാവാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അല്ല, എന്റെ ചോദ്യം ഇതാണ്. ബ്രിജ്ഭൂഷണെതിരെ നിങ്ങൾ നടപടി എടുത്തോ ഇല്ലയോ? MP സ്ഥാനത്ത് തുടർന്നോ ഇല്ലയോ? ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ബ്രിജ്ഭൂഷണെ MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചോ ഇല്ലയോ? ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് കൊണ്ട് എന്ത് തെറ്റ്? ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് കേൾക്ക്. നിങ്ങൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന്. നിങ്ങൾ റീസണബിളായ ഒരു ചോദ്യമല്ലേ ചോദിക്കുന്നത്? പേരെടുത്തു പറഞ്ഞ് ബ്രിജ്ഭൂഷൺ യാദവിന്റെ പേരെടുത്തു പറഞ്ഞ് താങ്കൾ പറയും. ബ്രിജ്ഭൂഷൺ യാദവിന്റെ പേരെടുത്തു പറഞ്ഞ് പരാതി നൽകിയിട്ടും MP സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? ആർക്കെതിരെയാണ് പരാതി? താങ്കൾ പറയും, പേര് പറയും. ശ്യാം പറയൂ, ആർക്കെതിരെ പരാതി? ശരി, ശ്യാം പറയൂ, ആർക്കെതിരെ പരാതി? പറയൂ, ആർക്കെതിരെ പരാതി? ഞാൻ അങ്ങോട്ട് പറയുന്നു, ബ്രിജ്ഭൂഷണെതിരെയാണ് പരാതി. ശ്യാം പറയൂ, ആർക്കെതിരെയാണ് പരാതി? ഞാൻ ചോദിക്കട്ടെ. അരുൺകുമാർ, നിങ്ങൾ കുറെ നേരമായിട്ട് പറയല്ലേ, ഞാൻ പറയട്ടെന്ന്. നിങ്ങൾ പറയില്ല. നിങ്ങൾ എനിക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ വന്നിരുന്ന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ബ്രിജ്ഭൂഷണെ കുറിച്ച് ചോദിച്ചപ്പോ അത് വഴിതിരിച്ചു വിടാൻ ചോദിക്കുമ്പോൾ എന്റെ ചോദ്യം ഇതാണ്. ശ്യാം രാജിന് അറിയാമോ? പറയൂ. ശ്യാം രാജിന് അറിയാമോ? പറയൂ, ആരാണ് അയാൾ? എന്റെ ചോദ്യം അല്ലല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നാണ് അരുൺകുമാർ. അല്ല, ആരാണ് അയാൾ? അത് പറയൂ, നടപടിയെടുക്കാം. താങ്കൾ പറയൂ, ആരാണ് അയാൾ? ഇതൊരു ചർച്ചയല്ലേ? താങ്കൾ പറയൂ, ശ്യാം രാജു പറയൂ, ആരാണ് അയാൾ? റേഡിയോ അല്ലല്ലോ, ചർച്ചയല്ല. ഞാൻ അങ്ങോട്ട് പറയട്ടെ. പറയൂ, ആരാണ് അയാൾ? ഞാൻ പറയട്ടെ. ഞാൻ കൊണ്ട് ചോദിക്കാം. ഒരു വ്യക്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ വ്യക്തിയുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കലാണ്. ആ വ്യക്തി പറയുന്നു, പി ശ്യാംരാജ് നോക്കൂ, അവ്യക്തമായി പറഞ്ഞു പോകലല്ല, വ്യക്തമായി ഒരു MP-യുടെ പേര് പറഞ്ഞതിനു ശേഷം ആ MP-യെ ആ സ്ഥാനത്ത് തുടർന്ന് ബ്രിജ്ഭൂഷൺ യാദവിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് BJP. MLA-മാർ ആ മെഡലുകളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചതിനു ശേഷവും ആ MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് ബ്രിജ്ഭൂഷൺ യാദവ് എന്ന MP-യെ സംരക്ഷിച്ചത് BJP. അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാസ്തവം. ആ വാസ്തവത്തെ നിങ്ങൾക്ക് ഒരു കണക്കിനും മറച്ചു പിടിക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രതിരോധം ദുർബലമാകുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തതെന്ന ചോദ്യത്തിന്റെ മറുപടി കിടക്കുന്നത് അവിടെയാ. അവിടെ രാഷ്ട്രീയമായ ചോദ്യം BJP നേരിടേണ്ടി വരും. P ശ്യാംരാജ്, രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ശ്യാംരാജ് നേരിടേണ്ടി വരും. ശ്യാംരാജ്, പെൺകുട്ടിയെ വിളിച്ചൊരു പരാതി എഴുതി മേടിക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിങ്ങൾ, ഞങ്ങളോ എപ്പോഴാണ് പറ്റില്ല എന്ന് പറഞ്ഞത്? നമ്മൾ എടുത്ത നടപടി കേക്കു ഒച്ചപ്പാടല്ലേ? എന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയുന്നില്ലല്ലോ ശ്യാംരാജ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. ബ്രിജ്ഭൂഷൺ യാദവിനെ MP ആയി പരാതി രേഖാമൂലം കിട്ടിയിട്ടും നിങ്ങൾ തുടരാൻ അനുവദിച്ചോ ഇല്ലയോ? നിങ്ങൾ വിഷയം മാറ്റില്ല. എന്റെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യനാ. ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ രേഖാമൂലം പരാതി കിട്ടിയിട്ടും നടപടി എടുത്തോ ഇല്ലയോ? റിപ്പോർട്ടർ ചാനലിൽ ജോലി നിങ്ങൾ രേഖാമൂലം, എന്റെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ താങ്കൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ P ശ്യാംരാജ് താങ്കൾ ഇങ്ങനെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കൾ ഇനി എത്ര തവണ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാലും ഈ ചോദ്യം താങ്കളോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ രേഖാമൂലം പരാതി കിട്ടിയിട്ടും അവിടെ MP സ്ഥാനത്ത് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? നിങ്ങൾ വിഷമിക്കല്ല. എന്തുകൊണ്ട്? എന്റെ ചോദ്യം നിങ്ങൾ അപ്പൊ ഉത്തരവില്ല. P ശ്യാംരാജിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കും നിങ്ങൾ. അല്ലെ, ഇതിന് ഉത്തരം പറയൂ. രേഖാമൂലം പരാതി, രേഖാമൂലം
രേഖാമൂലം പരാതി പേരെടുത്തു പറഞ്ഞ ഒരു BJP MP-ക്കെതിരെ വന്നിട്ടും നടപടി എടുക്കാഞ്ഞത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് രേഖാമൂലം പരാതി വന്നെങ്കിലേ അല്ല, അവിടെ രേഖാമൂലം പരാതി ഉണ്ട് ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ. അവിടെ സമാനമായ അവസ്ഥയല്ല. ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യത്തിൽ രേഖാമൂലം ഒന്നിലധികം പേര് പരാതി നൽകി. ശ്യാംരാജ്, താങ്കൾ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം താങ്കൾ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്യാംരാജ്. അല്ല, ഇതാണ് എന്റെ സാഹചര്യം. നോക്കൂ, വളരെ കൃത്യമായി പറയാം, വളരെ കൃത്യമായി പറയാം. പി ശ്യാംരാജ് ഉരുളല്ലേ, സ്റ്റേറ്റ് ക്വസ്റ്റ്യനല്ലേ, മറുപടി പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കാൻ നടക്കുന്ന BJP-യുടെ ശ്യാംരാജിന് ഈ ഫ്ലോറിൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറ. MP എന്ന നിലയിൽ ആരോപണമല്ല, MP എന്ന നിലയിൽ രേഖാമൂലമായ പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷണെ നിങ്ങൾ MP സ്ഥാനത്ത് നിർത്തിയത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താണ് ശ്യാംരാജ്, ഇത് കേരളം കണ്ടോണ്ടിരിക്കുകയല്ലേ? എന്റെ ചോദ്യം നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്റെ ചോദ്യം കേൾക്കണ്ട, നിങ്ങൾക്ക് എന്റെ ചോദ്യമേ കേൾക്കണ്ട. എന്താണ് ആ ചോദ്യത്തിന് മറുപടി പറയൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ വലിയ ആരോപണം, ഗുരുതരമായ ആരോപണം, ഒന്നിലധികം അത്ലറ്റുകൾ രേഖാമൂലം പരാതി നൽകിയിട്ടും ബ്രിജ്ഭൂഷൺ യാദവിനെതിരെ MP സ്ഥാനത്ത് തുടരാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തത്, MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത്? സ്ട്രെയിറ്റ് ചോദ്യമാണ്, അതിന് മറുപടി പറയും. അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ 2 മിനിറ്റ് മുമ്പ് നമുക്ക് കിട്ടും. മറുചോദ്യം അതല്ല. എന്താ മറുപടി? MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി എന്താ പറയൂ? MP സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതിന് മറുപടി പറയൂ. ചോദ്യം നേരിടാൻ പേടിയുണ്ടോ നിങ്ങൾക്ക്? ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. താങ്കളുടെ, എനിക്ക് കേൾക്കേണ്ടത് താങ്കളുടെ ഉത്തരമാണ്. എന്ത് പേടി? താങ്കൾ പറയൂ, ആ പേര് പറയൂ. ഞാനത് താങ്കളെ അതുകൊണ്ടാണ് ശ്യാം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. താങ്കൾക്കറിയാമെങ്കിൽ താങ്കൾ പറയൂ ആരാണ്. പക്ഷെ എനിക്കറിയാവുന്ന പേര് ഞാൻ പറഞ്ഞു, അത് ബ്രിജ്ഭൂഷൺ യാദവ്. പരാതിയുണ്ടോ? പരാതിയുണ്ട്. രേഖയുണ്ടോ? രേഖയുണ്ട്. അപ്പോഴും MP സ്ഥാനത്ത് തുടർന്നു. മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശ്യാംരാജിന് മറുപടിയില്ല, ആ അർത്ഥത്തിൽ മറുപടിയില്ല എന്നുള്ളതാണ്. നിർഭാഗ്യകരമാണ്. ഈ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വന്നിട്ട് ദുർബലമാകുന്നത് വളരെ കഷ്ടമാണ്. N. ശ്രീകുമാർ, ഇവിടെ ഷാനിബ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇയാൾ MLA ആയി നിയമസഭയിൽ വരാതിരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് കാണിക്കേണ്ടത്. കാരണം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ കാരണം എന്താണോ ആ കാരണം നിലനിൽക്കുമ്പോൾ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണോ ആ കാരണം നിലനിൽക്കുമ്പോൾ, അയാളെ MLA ആയി നിയമസഭയിൽ വരാൻ അനുവദിക്കാതിരിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്, അത് CPM-ന് പോലും അല്ല എന്നാണ് ഷാനിബ് പറഞ്ഞത്. യുക്തിപരമായിട്ടുള്ള ചോദ്യമല്ലേ ശ്രീകുമാർ? യുക്തിപരമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാൾ നിയമസഭയിൽ വരുമ്പോൾ അക്കാര്യത്തിൽ സ്പീക്കർക്ക് നടപടി എടുക്കാം. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ സ്പീക്കറാണ് തീരുമാനിക്കുന്നത് സഭയ്ക്കുള്ളിൽ. രണ്ടാമത്തെ കാര്യം, ഈ ഷാനിബ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ആരോപണ വിധേയരായ ഇടതുപക്ഷത്തുള്ള പ്രമുഖരെയും തടയേണ്ടി വരും. എല്ലാവരെയും തടയണം. അപ്പോൾ എല്ലാവരെയും തടയുമ്പോൾ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും തടയണം. അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് അങ്ങനെയാണെങ്കിൽ മറ്റവരെയും തടയട്ടെ. അപ്പോൾ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നില്ല, മറ്റവരെ അവർ കൊണ്ടുവരുന്നില്ല എന്നെന്താ പറയാത്തത്? നോക്കൂ ഡോക്ടർ അരുൺ, ഒരു രസകരമായ സംഭവം എന്താ അറിയുമോ? ഈ കോൺഗ്രസ് എടുത്ത തീരുമാനവും ഈ വിഷയവുമൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ. പക്ഷേ ഒരു പാർട്ടിക്കാരനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണവും ഒരു BJP നേതാവിനെതിരായിട്ടുള്ള പീഡന പരാതിയും ഇടത് നേതാക്കൾക്കെതിരായുള്ള ലൈംഗിക ആരോപണമൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ അതൊക്കെ വേറെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേട്ടുകേഴ്വിയില്ലാത്തത് എന്നീ BJP CPM പറയുമ്പോഴാണ് ഈ പൊതുസമൂഹം ഇവരെ നോക്കിയിട്ട് പുച്ഛിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഒന്നിലധികം പേർ ലൈംഗിക പീഡനം മാത്രമല്ല, അതിനകത്ത് ഗർഭഛിദ്രമടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിനകത്ത് ഈ പറയുന്ന സ്റ്റാക്കിംഗ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്, സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്നതുണ്ട്. ഒന്നിലധികമാണ്, 10 ഞാൻ കേട്ടത് ഏറ്റവും ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. നോക്കൂ, 1 ആണെങ്കിലും 10 ആണെങ്കിലും 100 ആണെങ്കിലും കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കി കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ നടപടി കഴിഞ്ഞു. ആ പാർട്ടിയിൽ ഇല്ല അദ്ദേഹം. പാർട്ടിയിൽ ഇല്ലാത്തക്കുറിച്ച് ആളെ നമ്മൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. രാഹുലിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ നേതാക്കൾ നടത്തുന്നത്. ഇപ്പൊ നോക്കൂ, മറ്റു ചില നേതാക്കൾ ഇതിനകത്ത് കൃത്യമായ മൗനം പാലിക്കുന്നുണ്ടല്ലോ. എന്താണ് അടൂർ പ്രകാശും അതേപോലെ ഈ MM ഹസനും അടക്കമുള്ള നേതാക്കൾ ഇതിൽ പ്രതികരണം നടത്തുമ്പോഴല്ലേ ഈ പ്രശ്നമാവുന്നതും ആളുകൾക്ക് സംശയമുണ്ടാവുന്നതും? കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പായിരുന്നോ, ഇതായിരുന്നോ കോൺഗ്രസിന്റെ യഥാർത്ഥ നടപടി എന്ന് സംശയമുണ്ടാവുന്നത്?
നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ 5 മിനിറ്റ് മുമ്പല്ലേ ഞാൻ പറഞ്ഞത് ആ വ്യത്യാസം. ആ താങ്കൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് എൻ്റെ സമയം കളയുന്നില്ല. ഇവിടെ നമ്മുടെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5-10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായം എടുത്ത് നോക്കുക. ഇവിടെ നമ്മുടെ BJPയുടെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ എന്താണ്, കോൺഗ്രസ് ചാനൽ ചർച്ചകൾ വരുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇപ്പം തന്നെ ചർച്ച നടക്കുന്ന ഒരു ചാനലിലുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ജിൻഡോ ജോൺ എന്നാണ്. എല്ലാ ദിവസവും വരുന്നുണ്ട്. താങ്കൾ കാണാത്തത് നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റമല്ല, റിപ്പോർട്ടർ ചാനലിൽ വരുന്നില്ല. അതിന് കാരണം വേറെയാണ്. അതും താങ്കൾക്കറിയില്ലേ, താങ്കൾ സമകാലിക രാഷ്ട്രീയം കൃത്യമായി പഠിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് എൻ്റെ കാര്യം. കോൺഗ്രസ് നേതാക്കളൊക്കെ വരുന്നുണ്ട്, ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. 7:30 മണിക്കുള്ള ചർച്ച എടുത്ത് നോക്കിക്കോളൂ. ഞാൻ പേര് പറയാത്ത ഒരു ചാനലിൽ വന്നിരുന്നിട്ട് മറ്റൊരു ചാനലിലത്തെ ചർച്ച കാണൂ എന്ന് പറയുന്നത് രണ്ടാം തരം ആയതുകൊണ്ട് പറയാതിരിക്കുക. പിന്നെ അരുൺകുമാർ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം നോക്കൂ, ഇവിടെ കോൺഗ്രസിൽ നിന്ന് ഒരാൾ പുറത്താക്കപ്പെട്ടാൽ ആ ആൾ പുറത്തു തന്നെയാണ്. പക്ഷേ ആ ആളെ ചുറ്റിപ്പറ്റി കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ മറ്റുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉത്തരവില്ലല്ലോ ഇവർക്ക്. ഇപ്പം ഡോക്ടറിന് എത്ര തവണ ചോദിച്ചു ബ്രിജഭൂഷൻ്റെ കാര്യം, എന്താ അവർക്ക് ഉത്തരവില്ലാത്തത്? കാരണം ഉത്തരം അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അരുൺകുമാറിൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് കൂടുതൽ ബലം നൽകുന്നത്. കാരണം എന്താണ്, പൊതുജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിച്ചു. കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കിയില്ല അരുണെ. നിങ്ങൾ ആരോപിക്കുന്ന മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് പാർട്ടിയിലില്ല. അദ്ദേഹം നാളെ നിയമസഭയിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ കയറ്റണോ കയറ്റണ്ടോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം, സംരക്ഷണം കൊടുക്കണോ എന്ന് സ്പീക്കർക്ക് തീരുമാനിക്കാം. പിന്നെ ഷാലിബ് പറഞ്ഞ പോലെ തടയും എന്ന് ഇടതുമുന്നണിക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർ LDF MLA-മാരെ തടയട്ടെ. എല്ലാവരും തടയാമല്ലോ, ഒരാളെ മാത്രം താനവിടെ നിൽക്കുക നിങ്ങൾ പോവാ എന്ന് പറഞ്ഞാൽ ശരി എങ്ങനെ ശരിയാ? ഒരാൾക്കെതിരെ കുറ്റപത്രം ഉണ്ടല്ലോ, കൊല്ലം MLA-ക്കെതിരെ കുറ്റപത്രമില്ലേ കോടതിയിൽ? അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇത് പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് ചോദിക്കുന്നത് പരാതി ഉണ്ടോന്ന്. അല്ലാണ്ട് ഈ രാഹുലിനെ ന്യായീകരിക്കാനല്ല. ഇപ്പം ഞാൻ എന്തിനാണ് ഇന്നിവിടെ വന്നത്? ഞാൻ വന്നത് പക്ഷപാതിയായ ഒരു പത്രപ്രവർത്തനം എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ കാര്യത്തെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മറുരീതിയിലേക്ക് ചർച്ച ചെയ്ത് വഷളാക്കുന്നത് കാണുമ്പോൾ ആ കോൺഗ്രസിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ആരും ന്യായീകരിക്കില്ല. കോൺഗ്രസിൻ്റെ ഭാഗം പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? രാഷ്ട്രീയമാണ്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം രാഷ്ട്രീയമാക്കി മാറ്റി. എങ്ങനെ രാഷ്ട്രീയമാക്കി മാറ്റിയത്? ഷാഫി പറമ്പിലിനെതിരായി, VD സതീശനെതിരായി. എന്തിനാ ഷാഫി പറമ്പിലിനെ തടഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വന്നാൽ കാലുകുത്തിക്കില്ലെന്നാണ് BJP പറയുന്നത്. അദ്ദേഹം ഒരു സ്വതന്ത്രനാണ്, അദ്ദേഹം ഇവിടുത്തെ MLA ആണ്, അദ്ദേഹം ഒരു പൗരനാണ്. അദ്ദേഹം അവിടെ വന്നാൽ കാല് കുത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരാണോ തീരുമാനിക്കുക, പോലീസാണോ തീരുമാനിക്കുക? ഒരു MLA എന്ന നിലയ്ക്ക് രാജിവെക്കാത്രത്തോളം കാലം അയാളുടെ സംരക്ഷണം സ്റ്റേറ്റാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഇറക്കാതിരിക്കുക. എന്ത് പാലക്കാട്ട് മാത്രം ഇത്ര പ്രശ്നം? പാലക്കാട്ടേ ഉള്ളോ ഈ സ്ത്രീ പീഡനത്തിന്റെ ആ ഒരു ചുറ്റുവട്ടം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ ഈ ന്യായീകരണം പൊളിയുന്നത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണല്ലോ എന്ന് പറയുന്നത്. ആ ശരിയേ ആയല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ആവർത്തിച്ച് 10 മിനിറ്റ് കൊണ്ട് ഒരേ ചോദ്യം തന്നെ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത എന്തുകൊണ്ടാണ്? പുറത്തൊക്കെ നടപടി എടുക്കാത്തതുകൊണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? നടപടി എടുത്തതുകൊണ്ട്. അതാണ് വ്യത്യാസം. ഷാനിബ്, അതാണ് N. ശ്രീകുമാർ ആവർത്തിച്ചു പറയുന്നത്. മുകേഷിനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തടയുക? ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ താരതമ്യത്തിനില്ല, ഞങ്ങൾ നടപടി എടുത്തു എന്ന് പറയുകയും അടുത്ത നിമിഷം തന്നെ ഈ താരതമ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മറുപടി പറയേണ്ടി വരികയാണ്. ഈ പ്രധാന വിഷയത്തിൽ നിന്നും ഇത്രയും ക്രൂരമായ ഒരാൾ, ഒരു സൈക്കോപാത്തിനെ പോലെ, സൈക്കോപാത്ത് ക്രിമിനലിനെ പോലെ പ്രവർത്തിച്ച ഒരാളെ മാറ്റി നിർത്തുന്നു എന്ന്, വളരെ അഭിമാനത്തോടു കൂടി മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഇവർ ഈ കേസുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കേസ് പറയണം? അപ്പോൾ നമ്മൾ എൽദോസിനെ കുറിച്ച് പറയും, അപ്പോൾ വിൻസെൻറ്റിനെ കുറിച്ച് പറയും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാകും. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും കണക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് ശ്രീകുമാരേട്ടനോട് പറയാനുള്ളത്. വളരെ ദയനീയമാണ് അങ്ങയുടെ പ്രതിരോധം എന്നുള്ളതാണ്. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് പറയൂ ശ്രീകുമാർ. ഷാനിബ് ഒറ്റ മിനിറ്റ്. ഷാനിബും ഇപ്പം 2 പേരുടെ പേരേ പറഞ്ഞുള്ളൂ. അല്ല നോക്കൂ അരുൺ, ഡോക്ടർ അരുൺ, ഇപ്പം ഷാനിബ് തന്നെ നല്ല സുഹൃത്ത് എൻ്റെ. ഷാനിബ് ഇപ്പം 2 പേരുടെ പേരേ പറഞ്ഞുള്ളൂ. നമ്മൾ ചർച്ച ചെയ്ത തരാൻ 3ാമത് ഒരാളുണ്ട്, ഒരു MLA, ഇടത് MLA. അദ്ദേഹത്തിൻ്റെ പേര് ഷാനിബ് പറഞ്ഞില്ല. എന്താ കാരണം? അതാ കാര്യം. അല്ല, ആ MLA-ക്കെതിരെ കേസുണ്ടോ ശ്രീകുമാർ? പറയാം. അല്ല, നിയമസഭയിൽ നമ്മളിപ്പോൾ പറഞ്ഞ പേരാ കൊല്ലം MLA-യുടെ കാര്യമാണ് പറയുന്നത്. അല്ല, മുകേഷിൻ്റെ കാര്യം. റൈറ്റ്, ഓക്കെ, കറക്റ്റ്. ശ്യാം പറഞ്ഞു, മുകേഷിന്റെ കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. മുകേഷ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ധാരണ. മുകേഷിന്റെ കാര്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പേര് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. അതും പറയാം, എന്താ കുഴപ്പം? ഇപ്പോൾ മുകേഷിന്റെ കാര്യം അല്ലെങ്കിൽ
ഞാൻ ശ്രീകുമാരേട്ടനോട് ആവർത്തിച്ച് പറഞ്ഞു, കഴിഞ്ഞ ചർച്ചയിലും നമ്മൾ തന്നെയാണ് ഇരുന്നത്, ആവർത്തിച്ച് പറയുന്നു, മുകേഷിൻ്റെ കേസുമായോ എൽദോസിൻ്റെ കേസുമായോ വിൻസെൻറ്റിൻ്റെ കേസുമായോ ഈ കേരളത്തിൽ നമ്മൾ കേട്ട ഏതെങ്കിലും ഒരു കേസുമായോ താരതമ്യത്തിന് അർഹമായ ഒരു കേസല്ല ഇത്, ഒരു വിഷയമല്ല ഇത്. ഇത് അതിക്രൂരമായ ഒരു സംഭവത്തിൻ്റെ തുടർ കഥകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പീഡന പർവ്വങ്ങളുടെ ഓരോ എപ്പിസോഡുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു മാധ്യമപ്രവർത്തക ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിച്ചതിന് ശേഷം, അവരൊരു വനിതയാണല്ലോ, ഒരു സ്ത്രീയാണല്ലോ, ആ സ്ത്രീ പറയുന്നത് ഈ ലോകത്തോട് ധൈര്യപൂർവ്വം വിളിച്ചു പറയാണ്, ഞാനിന്ന് അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അവർ അനുഭവിച്ച ശാരീരിക പീഡനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു, അവർ അനുഭവിക്കുന്ന മാനസിക പീഡയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു, അവർ ഭക്ഷണം കഴിച്ചിട്ടും അവർ ഉറങ്ങിയിട്ടും ദിവസങ്ങളോളമായി, അവർ ഒരു ഇരുട്ടുമുറിയിൽ കഴിയുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് ഒരു മാധ്യമപ്രവർത്തക ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് സംസാരിച്ച് പുറത്ത് വന്ന് പറഞ്ഞ ദിവസം പോലും ശ്രീകുമാരേട്ടാ, അങ്ങിങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്ക് ശ്രീകുമാർ, ഇന്ന് ആ മാധ്യമപ്രവർത്തക നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ കണ്ടിട്ടുണ്ടാകും. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? രാഹുലിന്റെ നില രാഷ്ട്രീയമായി കുറച്ചുകൂടി പരിങ്ങലിലായി എന്നാണ്? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഞാനിവിടെ എത്ര പറഞ്ഞാലും രാഹുലിനെ സംരക്ഷിക്കാനല്ല ശ്രീകുമാർ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ അത് പറയല്ലേ. എന്റെ ചോദ്യം സ്ട്രേറ്റ് ആയിരുന്നു. ഇവിടെ ആ മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ തോന്നിയത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് കേരളത്തിലെ ഏത് വനിതയാണെങ്കിലും ശരി, ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിലും അവരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആക്ഷേപിക്കുകയാണെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിക്കതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ സംശുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടക്കണം, അതിൽ ആ സംശയമില്ല. ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് അയാൾ എന്ത് പ്രവൃത്തി ചെയ്താലും, അത് ചെറുതായാലും വലുതായാലും, ഒരെണ്ണമായാലും 10 100 തീവ്രത കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും എതിർക്കപ്പെടണം. അതും പക്ഷേ അതിനെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്ത നടപടിയുമായി കൂട്ടിക്കെട്ടി വഷളാക്കാൻ കള്ളക്കഥ കൊണ്ടുവരികയും തെറ്റായ ന്യായീകരണം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയെ ന്യായീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാണ്ട് വ്യക്തിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട ഒരു പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഈ നടപടി ഒരു രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിന് എടുത്തിട്ടില്ല, എടുക്കാനുള്ള ധൈര്യവുമില്ല. ശരി, നന്ദി ശ്രീ പി ശ്യാംരാജ്, BJP പ്രതിനിധി. നന്ദി ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ. ശ്രീ AK ഷാനിബ്, CPM പ്രതിനിധി. ചർച്ചയിൽ ചേർന്നു. Debate with Dr. Arun Kumar.